എല്ലാവരും കയ്യടിച്ച് ഒരു ചെറിയ നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ചു വെക്കണം. ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുള്ള ഇന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, കാത്, ഇതൊക്കെ പുറത്തേക്ക് തുറന്നു വെച്ചിട്ടുള്ളതാണ്. അതൊന്ന് അടച്ചു പിടിക്കുമ്പോൾ നമ്മൾ അകത്തേക്ക് നോക്കാൻ തുടങ്ങും. ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കണ്ണടച്ചു പോകുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ നമ്മൾ കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾ കണ്ണുകൾ അടച്ചു പോകും. ഈശ്വരനോട് മിണ്ടി പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനാ നേരങ്ങളിൽ നമ്മൾ കണ്ണുകൾ അടച്ചു പോകും. അഗാധമായ ചുംബനങ്ങളുടെ നേരങ്ങളിൽ മനുഷ്യൻ കണ്ണുകൾ അടച്ചു പോകും. ഇന്ദ്രിയങ്ങൾ അടച്ചു പിടിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അകത്തേക്ക് നോക്കുന്ന മനുഷ്യനാകുന്നത്. ഈ കണ്ണടച്ച് പിടിച്ച സെക്കൻഡുകളിൽ നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം ആലോചിക്കുക. A+ ഉള്ള ഒരു മാർക്ക് ലിസ്റ്റ് കയ്യിൽ കിട്ടാൻ വേണ്ടി എത്രയോ രാത്രികൾ പ്രാർത്ഥിച്ച മനുഷ്യരാണ് നിങ്ങൾ. നിങ്ങൾ ആ പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരമാണ് നിങ്ങൾ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്തിട്ടുള്ള ഈ മാർക്ക് ലിസ്റ്റ്. അതിനെ നിങ്ങളെ സഹായിച്ച കുറേ മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ മുഖങ്ങളൊന്ന് മനസ്സിൽ ഓർത്തെടുക്കുക. വിജയിക്കാൻ നിങ്ങളെ സഹായിച്ച മനുഷ്യരെ ഒന്ന് മനസ്സിൽ ഓർക്കുക. അവർ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളതുപോലെ ഒന്ന് ഇമാജിൻ ചെയ്യാം. അവരോട് മനസ്സ് നിറഞ്ഞ് ഒരു നന്ദി പറയുക. നിങ്ങളെ ഒന്ന് മറന്നാൽ എനിക്ക് മാപ്പില്ല എന്ന് അവരോട് പറയാം. നിങ്ങളെയൊന്നും മറന്നാൽ എനിക്ക് മാപ്പില്ല. നിങ്ങളെയൊന്നും മറന്നാൽ എനിക്ക് മാപ്പില്ല. അത് മനസ്സിൽ ഉറപ്പിച്ച് അതൊക്കെ കണ്ണുകൾ തുറക്കണം. അത്രേ ആവശ്യമില്ല. നിങ്ങളെല്ലാവരും എല്ലാവരും നേടിയെടുത്തത് ഒരേ സർട്ടിഫിക്കറ്റാണ് അല്ലേ? അതിൽ നോക്കിയാൽ ഏകദേശം ഒരേപോലെ A+ അല്ലെങ്കിൽ ഫുൾ A+. എല്ലാവരും നേടിയെടുത്തത് ഒരേ സർട്ടിഫിക്കറ്റാണ്. പക്ഷെ എല്ലാവരും അത് നേടിയെടുത്തത് ഒരേപോലെ ആവില്ല. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും സ്ട്രഗിളിങ്ങിലൂടെ അത് നേടിയെടുത്ത കുട്ടികൾ ഇതിലുണ്ട്. നമ്മൾ സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും വലിയ സങ്കടങ്ങളുടെ നടുവിലൂടെ അത് നേടിയെടുത്ത കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് പരീക്ഷ എഴുതിയ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ? എല്ലാവർക്കും ജീവിതം ഒരേപോലെ ആവില്ല എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സത്യം. ശരി, ഒരു സ്കൂളിലെ അവസാനത്തെ ദിവസം PT മാഷ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ ഗ്രൗണ്ടിലേക്ക് വിളിച്ചു. എന്നിട്ട് ആ കുട്ടികളെ ഇങ്ങനെ വരിവരിയായി വട്ടത്തിൽ നിർത്തിയിട്ട് ആ കുട്ടികളുടെ കൂട്ടത്തിൽ മാഷ് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുള്ള, അച്ഛനും അമ്മയ്ക്കും ജോലിയുള്ള, സ്വന്തമായി വീടുള്ള, സ്വന്തമായി വാഹനമുള്ള, എല്ലാ സൗകര്യങ്ങളുമുള്ള എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് കുട്ടികളിങ്ങനെ മുന്നോട്ട് വന്ന് മാഷ് അവരോടൊക്കെ ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ പറഞ്ഞു. പിന്നെ മാഷ് ചോദിച്ചു, അച്ഛനോ അമ്മയോ ജീവിച്ചിരിപ്പില്ലാത്ത എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചു. കുറച്ച് കുട്ടികൾ വന്നു, അവരോട് കുറച്ച് പിറകിൽ നിൽക്കാൻ പറഞ്ഞു. അച്ഛനോ അമ്മയോ വയ്യാതെ കിടക്കുന്ന എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചു. അപ്പോഴും കുറച്ച് കുട്ടികൾ വന്ന് അവരോട് ഇങ്ങനെ കുറച്ചുകൂടെ പിറകിൽ നിൽക്കാൻ പറഞ്ഞു. അച്ഛനോ അമ്മയോ ഒരു ദിവസം ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ പട്ടിണിയാകുന്ന വീടുള്ള എത്ര കുട്ടികളുണ്ട്. അപ്പോഴും കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്നു, അവരോട് കുറച്ചുകൂടെ പിറകിൽ നിൽക്കുന്നു. സ്വന്തമായി വീടില്ലാത്ത എത്ര കുട്ടികളുണ്ട് ചോദിച്ചു. കുറച്ച് ആളുകൾ വന്നു, അവരോട് കുറച്ചുകൂടെ പിറകിൽ നിൽക്കുന്നു. അങ്ങനെ പിറകിലായി കുറേ ആളെ ഇങ്ങനെ പല പേര് പറഞ്ഞു വിളിച്ചു. അതിൽ കാലിന് വയ്യാത്തവരുണ്ട്, കണ്ണ് കാണാത്തവരുണ്ടാവും, പലതരത്തിലുള്ള പരിമിതികളുള്ളവരുണ്ടാവും. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഏറ്റവും ഫ്രണ്ടിലാണ് ആൾക്കുണ്ട് എന്ത് ജീവിതത്തിൽ എന്തെങ്കിലും ആവണം എന്നുള്ളൊരു ആഗ്രഹം. ആ ആഗ്രഹമാണ് ഈ ഫ്രണ്ടിലുള്ളത്.
ഏറ്റവും ഫ്രണ്ടിൽ വെച്ചത് നിങ്ങളുടെ ഓരോ ആളുടെയും ഉള്ളിലുള്ള കിനാവാണ് എന്ന് പറഞ്ഞു. ഇത് മാഷ് പറയാം. ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളില്ലേ, ആ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾക്ക് ആ സ്വപ്നത്തിലേക്ക് എത്തുക എന്നുള്ളത് എടാ ഇത്ര ദൂരമുണ്ട്. അവൻ മനസ്സിലായി മാത്രം മതി. അവനെന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ഉണ്ടോ? അവൻ മനസ്സിലായില്ലേ? പക്ഷെ അതേപോലെയല്ല ഏറ്റവും പിറകിലുള്ള ആള്, അതേപോലെയല്ല അതിൻ്റെയും പിറകിലുള്ള ആള്, അതേപോലെയല്ല അതിൻ്റെയും പിറകിലുള്ള ആള്, അതേപോലെ ഒന്നുമല്ല ഏറ്റവും പിറകിൽ നിൽക്കുന്ന ആള്. ഈ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഏറ്റവും വലിയ സ്വപ്നം ഇപ്പോൾ എന്ന് പറയുന്നത്, ഇപ്പോഴുള്ള അയാളുടെ സ്വപ്നം മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ബൈക്കോ, മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഫോണോ കഴിയും അല്ലേ? പക്ഷെ ആ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ആളുടെ സ്വപ്നം ചെയ്യുന്നറിയോ? വെച്ച് എഴുതാൻ പറ്റുന്ന ഒരു മേശയിൽ, വാടക കൊടുക്കാതെ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു വീട്, കരയാതെ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു രാത്രിയിൽ. എന്നിട്ട് മാഷ് പറയാ, എന്റെ ജീവിതം എല്ലാവർക്കും ഒരുപോലെയല്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നിങ്ങളിങ്ങനെ ഫ്രണ്ടിലേക്ക് മാത്രം നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളൊന്ന് സഹായിച്ചാൽ കയറി വരാൻ പറ്റുന്ന, നിങ്ങളൊന്ന് സഹായിച്ചാൽ ജയിക്കാൻ കഴിയുന്ന, നിങ്ങളൊന്ന് സഹായിച്ചാൽ ആത്മവിശ്വാസം ഒരു തരിമ്പെങ്കിലും കൂടുന്ന ഒരു മനുഷ്യനെങ്കിലും നിങ്ങൾ മറക്കാതിരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. മലയാളത്തിലെ ഒരു പ്രസിദ്ധനായ സിനിമാ നടനുണ്ട്. അദ്ദേഹമായിട്ട് ഇന്റർവ്യൂ നടക്കുക. ഈ അടുത്ത കുറച്ചെങ്കിലും അപ്പോൾ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിക്കണം, അച്ഛനെ കുറിച്ച് അമ്മയെ കുറിച്ച് ഒക്കെ ചോദിക്കുക. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും സാധാരണക്കാരാണ് കേട്ടോ, സിനിമാക്കാരൊന്നുമില്ല, സാധാരണക്കാരാണ്. ഇരിങ്ങാലക്കുടയിലെ ഒരു സാധാരണ വക്കീലാണ് അച്ഛൻ. അമ്മ ഒരു കിട്ടമ്മയാണ്. ഇയാൾ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്തതാണ് താരം എന്ന് പറയും. അദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പോൾ അച്ഛനെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ ആവേശത്തോടെ അച്ഛനെ കുറിച്ച് പറഞ്ഞു. അമ്മയെ കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മയെ കുറിച്ച് ആവേശത്തോടെ പറഞ്ഞു. പിന്നെ അയാൾക്ക് ആകെ ഉള്ളത് ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചേട്ടനെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ ചേട്ടനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഇവനെ കരച്ചിൽ വന്നു, പറയാൻ കഴിയില്ല. അങ്ങനെ ടിഷ്യൂ എടുത്തിട്ട് കണ്ണീരൊക്കെ ഇങ്ങനെ തുടച്ചു. എന്താ പറയാ, അവനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരും. ചേട്ടനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും എനിക്ക് സങ്കടം വരും. അതിന്റെ കാരണം എന്നാണ് പറയുന്നത്, ഇവനെ ശരിക്കും എഞ്ചിനീയറാണ്. ഈ നടൻ ശരിക്കും എഞ്ചിനീയറാണ്. ഇവൻ നല്ല പറയുന്നത്, ഇദ്ദേഹം എന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ സൗകര്യത്തിനാണ് പറയുന്നത്. കാരണം അത്രയും കഠിനാധ്വാനം കൊണ്ടൊരു സ്ഥാനം നേടിയെടുത്ത മനുഷ്യനാണ്. അയാൾ ആദരവ് അർഹിക്കുന്നുണ്ട്. അതാണ്. അപ്പോൾ അദ്ദേഹം പറയാ ശരിക്കും എഞ്ചിനീയറാണ്, നല്ല ജോലി കിട്ടിയതാണ്. പക്ഷെ ആ ജോലിയൊക്കെ രാജിവെച്ച് ഇവര് സിനിമാ നടനാകണമെന്നുള്ള ആഗ്രഹത്തിൽ അതിന്റെ പിന്നാലെ കഴിയും. അപ്പൊ ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, ഭക്ഷണം കഴിക്കണം, വണ്ടി കണ്ടു കഴിക്കണം, വസ്ത്രം വാങ്ങണം. നിനക്ക് എവിടെ പൈസ? എല്ലാ മാസവും 7,000 രൂപ ഒരാൾ അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കും. അന്ന് ആര്? ഈ ചേട്ടൻ. അന്ന് ചേട്ടൻ എത്ര ശമ്പളം എന്ന് പറയുമോ? 14,000 രൂപ. ആകെ 14,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാള് അത് പകുതി ജോലി കിട്ടി കഴിക്കാൻ, വസ്ത്രം വാങ്ങാൻ, വണ്ടി കണ്ടു കഴിക്കാൻ. ഇത് പറഞ്ഞിട്ട് ഇപ്പൊ സങ്കട കണ്ണുകളുണ്ട്. നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ മനുഷ്യന്മാരും നമ്മുടെ റെസ്പെക്ട് അർഹിക്കുന്ന മനുഷ്യന്മാരും. ജഡ്ജ്മെന്റ് അല്ല, റെസ്പെക്ട്. അപ്പൊ നമ്മൾക്ക് പല മനുഷ്യർ തന്നത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ മുന്നിൽ കാണുന്ന മനുഷ്യന്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ ഈ ബാക്ക് പെയിൻ ഉണ്ടായിട്ട് ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ആയുർവേദ ഡോക്ടറെ പരിശോധിച്ചതിന് ശേഷം ഇങ്ങനെ എഴുതി, ഡിസ്ക്രിപ്ഷനിൽ എഴുതി, എന്ത് ഇയാൾക്ക് മസാജ് തെറാപ്പി കൊടുക്കണം, ഉഴിച്ചിൽ കൊടുക്കണം. ഒരു വരിയാണ്. എത്ര വരി? ഒരു വരി. ഇനി ആരാണ് മസാജ് ചെയ്യുക? ഡോക്ടർ ചെയ്യുമോ? അത് വേറെ ആൾക്കാരാണ് ചെയ്യുക. അത് പഠിച്ച വേറെ ആളുകളുണ്ട്. 6 മാസത്തെ കോഴ്സാണ്. ആ കോഴ്സ് പഠിച്ച ആളുകൾ രാവിലെ 5 മണിക്ക് വരണം. 5:30 ആകുമ്പോഴേക്ക് പേഷ്യൻ്റ് വരും. 2 മണിക്കൂർ നേരം ഇയാളെ മസാജ്, ആയുർവേദിക് മസാജ് എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പാടുള്ള ജോലിയാണ്. ധാരാളം ചെയ്യുന്നത് വേറെ തെറപ്പിസ്റ്റുകൾ ചെയ്യുന്നു. ആ തെറപ്പിസ്റ്റുകൾക്ക് എത്രയും ശമ്പളം അറിയണം? ഏറിപ്പോയാലൊരു 15,000 20,000 രൂപ ശമ്പളം ഉണ്ടാവും. ഇത്രയും കഷ്ടപ്പെട്ട ജോലികളാണ് ചെയ്യുന്നത്. ആ ഡോക്ടർ ആകെ ചെയ്തത് ഒരു വലിയ എഴുതി അല്ലേ? ആ ഡോക്ടർക്ക് എത്രയും ശമ്പളം? ചുരുങ്ങിയ 1 ലക്ഷം ഉണ്ടാവും. ഇത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് ശരിയാണോ? ആണോ? ആണ്. ആ ആശുപത്രിയിൽ ഡോക്ടർ എന്നെഴുതിയ ആ റൂമിനകത്തെ കസേരയിൽ വന്നിരിക്കുന്നതിന് മുമ്പ് അയാൾ കടന്നു വന്ന കഷ്ടപ്പാടുകളുടെ ഒരു വലിയ ഒരു അധ്യായമുണ്ട്. അയാൾ ഉറക്കം വിളിച്ച് എത്രയോ രാത്രികളുണ്ടാ. അയാൾ കാണാതെ പഠിച്ച കട്ടിയുള്ള പുസ്തകങ്ങളുണ്ടാ. അയാൾ അധ്വാനിച്ച അയാളുടെ നിമിഷങ്ങളുണ്ട്. അയാൾ ബലി കൊടുത്ത പ്രിയപ്പെട്ട നിമിഷങ്ങളുണ്ട്. അയാൾ ഒഴിവാക്കി എത്ര കാര്യങ്ങളുണ്ടെന്നല്ലോ. അങ്ങനെ കഠിനമായ ഒരു കാട്ടുപാത താണ്ടി കടന്നു വന്ന മനുഷ്യന് ഇന്ന് ഒരു വരി എഴുതിയാണ്. അയാളുടെ ആനന്ദത്തോടെ ജീവിക്കാനുള്ള പൈസ അയാളുടെ കയ്യിൽ പോയി അല്ലേ? മറ്റേ ആളുകൾ ഒരുപക്ഷെ ഈ ഡോക്ടറെ കാണും വലിയ സ്ഥാനത്ത് എത്താൻ കഴിയുന്ന ആളുകളാവില്ലേ? ആ തെറപ്പിസ്റ്റുകളായി ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ലേ? ഒരുപക്ഷെ ഇവരെക്കാളും വലിയ സ്ഥാനത്ത് എത്താൻ കഴിയുന്ന ആളുകളാണ്. ഇന്ന് അവർ ചെയ്യുന്നതിന് കുറച്ച് വരുന്നില്ല. അവർ അധ്വാനിച്ച് കുടുംബം പറ്റുന്നുണ്ട്. ഒരുപക്ഷെ അതിനേക്കാൾ വലിയ സാധ്യതകൾ അവരുടെ ഉള്ളിലുണ്ടാവും. അതാണ് ആ സാധ്യതകളിലേക്ക് അവർ എത്താതെ പോയതിന്റെ കാരണങ്ങളുണ്ടാവും. ഓക്കെ, ഇംഗ്ലീഷിൽ സ്മോൾ ലെറ്ററിൽ ഐ എന്തെങ്കിലും എഴുതുക, ഒരു വരയും മുകളിൽ ഒരു കുത്തും കൊടുക്കും. ഒരു വരയും മുകളിൽ ഒരു കുത്തും.
സിമ്പിളാണ്. ഒരു വരയും മുകളിൽ കുത്തും. അതിലേക്ക് നോക്കിയാൽ ഒരു അത്ഭുതമില്ല. ഇല്ലല്ലോ. അതിങ്ങനെ തിരിച്ചു പിടിച്ചാലോ? അതിങ്ങനെ തിരിച്ചു പിടിക്കുമ്പോൾ അതിലൊരു അത്ഭുതമുണ്ട്. ഐ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആണ്. ഐ ഓരോ ഐയുടെ ഉള്ളിലും പിന്നെ മറഞ്ഞു കിടക്കുന്ന ഒരു എക്സ്ക്ലമേഷൻ ഉണ്ട്. കോടാനുകോടി മനുഷ്യരിൽ നിന്ന് വളരെ കുറച്ച് മനുഷ്യന്മാർ മാത്രമാണ് അങ്ങനെ എക്സ്ക്ലമേഷൻ ഉള്ള കാര്യം പോലും അറിഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അത് അറിയുകയും ചെയ്തില്ല. നിങ്ങളത് അറിഞ്ഞ മനുഷ്യരാണ്. നിങ്ങൾക്ക് ഇനി വരാനിരിക്കുന്നത് ഒരു ഹോണറബിൾ എക്സിസ്റ്റൻസ് ആണ്. ഹോണറബിൾ എക്സിസ്റ്റൻസ് കേട്ടോ. നിങ്ങൾ പഠിച്ച് ജോലിയൊക്കെ കിട്ടി സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു എക്സിസ്റ്റൻസ്, അങ്ങനെ ജീവിക്കാനുള്ള അവസ്ഥയാണ്. അതാണ് ഹോണറബിൾ എക്സിസ്റ്റൻസ്. പക്ഷെ അത് മാത്രം പോരാ മനുഷ്യൻ. അത് മാത്രം ഏറ്റവും പ്രിയമുള്ളവർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മക്കൾക്ക് എന്താണോ ഇന്ന് കിട്ടേണ്ടത് അത് മനസ്സ് നിറയെ വയറ് നിറയെ കൊടുത്ത ഗഫൂർ സാറിന് നമ്മുടെ നല്ലൊരു കയ്യടി കൊടുത്ത സാറിനോട് നന്ദി അറിയിക്കുന്നു. മുനിസിപ്പാലിറ്റിയിലേക്ക് വരികയും ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി കൗൺസിലറുടെ സുബൈദയുടെ ഏറ്റവും അടുത്ത റിലേഷനാണ് ഗഫൂർ സാറ്. അപ്പോൾ സുബൈദ മാഡത്തിനോടും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ചെയർമാൻ്റെ പേരിലും മുഴുവൻ കൗൺസിലർമാരുടെ പേരിലുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചു കൊടുക്കും. അടുത്ത +2 400 മുതൽ 420 വരെ ടോക്കൺ നമ്പർ കിട്ടിയ കുഞ്ഞുങ്ങൾ അവാർഡ് മേടിക്കാൻ വേണ്ടി വരുന്നതാണ്. 400 മുതൽ 420 വരെ ടോക്കൺ. ഓരോരുത്തരായി കയറി വരിക കേട്ടോ, സ്പീഡില്. അടുത്ത ടോക്കൺ 420 മുതൽ 430 വരെയുള്ള കുഞ്ഞുങ്ങൾ താഴെ വന്ന് നിൽക്കേണ്ടതാണ്. 420 മുതൽ 430 വരെയുള്ള ടോക്കൺ. Dale, bebé.